ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്റോണിയ മറിയം ജേക്കബ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ്. ഒരിടത്ത് ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ക്ഷമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. ലാസർ എങ്ങനെയാ ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ധനവാന്റെ മേശയിൽ നിന്ന് താഴെ വീഴുന്നവ കൊണ്ട് വിശപ്പെടുക്കാൻ ആ പാവം ആഗ്രഹിച്ചു. അവന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ആ ദരിദ്രൻ മരിച്ചു. ദേവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സമ്മതിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് തള്ളപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്നെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അന്ത്യജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിന്റെ ജീവിതകാലത്ത് നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. ധനവാൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് അവിടെ 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവനവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ, അവരുടെ വാക്കുകൾ കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹാം അവരോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്ന അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഉപമയിൽ എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ എത്ര വലിയവരാണെങ്കിലും മറ്റുള്ളവരുടെ കഷ്ടതകൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം. എങ്കിൽ മാത്രമേ പിതാവായ അബ്രാഹത്തിന്റെ അടുത്ത് ലാസറിനെ പോലെ നമ്മൾക്കും സ്ഥാനം ലഭിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.